Hi sir, good evening. Good evening. വീണ്ടും മീറ്റ് ചെയ്യുന്നു. യെസ് സർ. സോ നമ്മളിന്ന് വെറും ചെന്നൈ. അപ്പോൾ ഞാനിവിടെ ചെന്നൈ വന്നിട്ട് കുറെ നാളായി, ഓൾമോസ്റ്റ് ഒരു 10-15 ഇയേഴ്സ്. ഇത്രയും വർഷത്തിൽ ഞാനൊരു റോബറി ലൈവായിട്ട് കണ്ടിട്ടില്ല. റോബറി തെഫ്റ്റ്. അപ്പോൾ സാറിന്റെ കരിയറിൽ വാട്ട് ആർ സം കീ ലൈക്ക് കേസസ് ദാറ്റ് ഹാപ്പൻഡ്? കേസസ് തെഫ്റ്റ് ആൻഡ് റോബറി ഒക്കെ പല ടൈപ്പാണ്. ഓക്കെ. ഞാൻ പിടിച്ചിട്ടുള്ള ഒരാള് 5000 വെഹിക്കിൾ മോഷ്ടിച്ച ഒരാള് കേട്ടിട്ടുണ്ട്. 5000? പക്ഷേ ലോക ചരിത്രത്തിലെ വലിയ സംഭവമായിരിക്കാം. 5000 വെഹിക്കിൾസ്. അവിടെ പേരൊന്നും പറയത്തില്ല, എനിക്ക് പരിചയമുള്ള ആളാ. അയാള് ഒരു കാർ, ഇങ്ങനെ ആൾക്കാർ പറയുന്നതാണ്, പോലീസുകാരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാറിന്റെ അടുത്ത് ചെന്ന് ചുമ്മാ നോക്കിയാല് അനുസരണമുള്ള ഭാര്യ കൂടെ പോരുന്നത് പോലെ വണ്ടി കൂടെ വരുമെന്നാ പറഞ്ഞത്. അയാൾക്ക് കേരളത്തിന്റെ തമിഴ്നാടിന്റെ തെക്കേ അറ്റത്ത് ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ. ആ ഫ്ലാറ്റില് അയാളെ പിടിക്കാൻ റിക്കവറിക്ക് വേണ്ടി ഒരു ഓഫീസർ ചെന്നപ്പം വാതില് പൂട്ടിരിക്കുക. അത് പൊളിച്ചോണ്ട് നിൽക്കുമ്പോൾ അയാൾ അടുത്തുള്ള ഏതൊരു ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ആ ഓഫീസറെ ഫോൺ ചെയ്തു. ഓഫീസറെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സാർ അതിന് നല്ല വിലയുള്ളൊരു വാതിലാണ്, കുത്തി പൊളിക്കരുത്, പൊളിച്ചാൽ ഞാൻ സാറിന്റെ വീട്ടിൽ കയറും. ഇതാര് പറഞ്ഞ? ഈ മോഷ്ടാവ് പറയുക. ഓക്കെ. ഞാൻ സാറിന്റെ വീട്ടിൽ കയറും, വീട്ടിൽ കയറിയിട്ട് സാറിന്റെ വീട്ടിൽ ഞാൻ അടിച്ചു മാറ്റുന്നു. പക്ഷെ ഇയാൾ ഭയങ്കര ബോർഡായ ഒരു ഓഫീസറാണ്. കുത്തി പൊളിച്ചകത്ത് കയറി അവിടെ നിന്ന് റിക്കവറിയൊക്കെ നടത്തി. കുറെ വാഹനങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ എടുത്തോണ്ട് പോകും, ഡോക്യുമെന്റ്സ്. അന്ന് ഞാൻ അവിടെ ആ ഓഫീസറിന്റെ മുകളിൽ ഉദ്യോഗം വഹിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു അത്. പിന്നെ ഈ സാധാരണ വീട് മോഷണം, അത് കുറെ പേരെ പിടിച്ചിട്ടുണ്ട്, പല ടൈപ്പ് ആൾക്കാരെ. അത് ഞാൻ ഓർത്തിരിക്കുന്നത്, ഈ പല കള്ളന്മാരെ ചിലര് കഞ്ചാവ് അടിക്കാൻ വേണ്ടി, ചിലര് മയക്കുമരുന്ന് അടിക്കാൻ വേണ്ടി, ചിലര് ലാവിഷായ ജീവൻ നയിക്കാൻ വേണ്ടി, ചിലര് ഈ സ്ത്രീകളുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും പേരിന് വേണ്ടിയൊക്കെ. പക്ഷെ ഞാൻ ഇയാളെ ഓർത്തിരിക്കാൻ കാരണം, ഇവൻ മോഷണം നടത്തിയത് ഒരു പ്രത്യേക പർപ്പസിനുണ്ട്. അത് പുറകെ പറയാം. അപ്പൊ ഞാൻ ഇയാളെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടും. അയാള് എക്സ് കൺവിക്റ്റ് ആണ്, മുൻപ് ശിക്ഷ കിട്ടിയ ആളാണ്. ഓക്കെ. അപ്പൊ അയാളെ പാലയിൽ വെച്ചാണ് ഞാൻ അയാളെ കൊണ്ടുവന്ന് അന്ന് രാവിലെ അറസ്റ്റ് കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്യാം. ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അയാളെ പറയത്തില്ല. അയാൾക്ക് കോടതിയിൽ നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ചോദ്യം ചെയ്യുന്നത് വക്കീലില്ല, സ്വന്തമായി കോടതിയിൽ കേസ് വാദിക്കുന്ന ആളാണ്. ഓക്കെ. അയാൾ ലോ പോയിന്റ്സ് ഒക്കെ അറിയാം സ്വന്തമായിട്ട്. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ റിക്കവറി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് പോലീസിന്റെ. ആ റിക്കവറി കോടതിയെ പൊട്ടിക്കാൻ കഴിവുള്ള മിടുക്കനാണ്. അപ്പം അയാൾക്ക് എല്ലാ പരിപാടിയും അറിയാം, ജയിലിലെ കാര്യങ്ങൾ അറിയാം, പോലീസിലെ കാര്യങ്ങൾ അറിയാം, എല്ലാം അറിയാം. ഞാൻ കൊണ്ടുവന്നപ്പോ തൊട്ട് ഇയാൾ ഉടക്കി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇടാന്ന് വിളിക്കുമ്പോൾ അവൻ തിരിച്ചു തന്നെ ഇടാന്ന് വിളിക്കും. അപ്പൊ ഒന്ന് പ്രകോപനം ഉണ്ടാക്കി എന്റെ അടുത്ത് 2 വാങ്ങിച്ചു പോകുക എന്നുള്ള ഉദ്ദേശം. അപ്പൊ എന്റെ കൂടെ പോലീസുകാർ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് പുതിയ വലിയ പരിചയമൊന്നുമില്ല. ഈ വർഷങ്ങളൊക്കെ ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വർഷം മുമ്പാണ്, 19 വർഷം മുമ്പാണ്. അപ്പൊ ഞാൻ എന്നെ പ്രകോപിപ്പിച്ച് ആശുപത്രി പോകുക എന്നുള്ളതാണ് ഉദ്ദേശം. പകരം എനിക്കെതിരൊരു കേസ്, ഇതൊക്കെയാണ് ഉദ്ദേശം. ഞാൻ ഇയാളുടെ ആ തന്ത്രം മാറ്റി. മാറ്റിയിട്ട് മുമ്പ് ജയിലിൽ കിടന്നിരുന്ന വേറൊരു മർഡർ കേസിലെ പ്രതിയാണ് പീതാംബരൻ പോലീസിന്റെ ഒരു ഇൻഫർമേഷൻ ഒക്കെ തരുന്ന ആളാണ്. അവന് ഞാൻ 2 കുപ്പിക്ക് കാശ് കൊടുത്തു, പൈസ. അവൻ 2 അടിച്ചിട്ട് വന്നു, വഴി നിന്നു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഒരു സീനാണ്. ഞാൻ അവനെ കൊണ്ടുവന്ന സ്റ്റേഷനിലേക്ക് കയറുന്ന വഴി 2 അടിയൊക്കെ കൊടുത്തു. കയറി കിടക്കണം, മേലെ റോഡിൽ കണ്ടുപോരുന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ വേലത്തിലൊക്കെ കാണിച്ച് ഇവനകത്തിട്ടു. അപ്പൊ ഞാനങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ ഇവൻ എന്നെ കുറെ ചീത്ത ഇയാളെ കേൾപ്പിച്ചു പറഞ്ഞു. ഈ അകത്ത് കിടക്കുന്നവൻ കേൾപ്പിച്ചു പറഞ്ഞു. പുറത്തിറങ്ങി ഇവന്റെ കൈ ഞാൻ വെട്ടും, ഞാൻ 2 കൊല കേസ് പ്രതിയാണ്, ഇവൻ എന്ത് വിചാരിച്ചിട്ടാണ് എന്നെ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് സീനൊക്കെ ഉണ്ടാക്കി. അവിടെ വലിയ ജാടയിലൊക്കെ ആയിരുന്നു. അപ്പൊ ഇയാൾ ചെന്ന് അടുത്ത് ചെന്ന് ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞു, ഇവൻ എന്നെ വഴി ഇടിച്ചെന്നൊക്കെ പറഞ്ഞു, ഇവനെ ഞാൻ പൂശു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാളെ മറ്റേയാളെ ഒരു കോൺഫിഡൻസിൽ എടുത്തു. എന്നിട്ട് നീ എന്തിനാ ഇവിടെ വന്നിരിക്കണം ചോദിച്ചു. പറഞ്ഞു, എന്നെ പിടിച്ചിരുന്നതാണ്, ഞാൻ മുൻ ശിക്ഷക്കാരനാണ്, മോഷണം നടത്തി തന്നെയാണ്. അപ്പൊ എടാ ഞാനൊന്നും ഇല്ല നടക്കണം, നിനക്ക് എന്നെ കൂടെ കൂട്ടാവാൻ ചോദിച്ചു. പറഞ്ഞു, പിന്നെന്താണ്, എനിക്കൊരു ധൈര്യത്തിൽ ഒരാള് വേണം, താൻ കൂടെ കൂടി. പോലീസിന്റെ ഇൻഫോമർ. അപ്പം അത് അങ്ങനെയാണ് സാധാരണ നമ്മളൊരു മോൾ പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ടാക്ടിക്കൽ. അപ്പൊ ഇവനെ കൊണ്ടുപോയി ഇവർ തമ്മിൽ ഒരു സെറ്റപ്പ് ഒക്കെ ആയി. അതിനുശേഷം ഇവൻ ചോദിച്ചു, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിന് വല്ലതും കൂടെ ഉള്ളതാണോ കേസ്? ഞാൻ മെനക്കെട്ട് കൂടെ വന്നിട്ട് വല്ലതും നടക്കുമോ, അതോ മനുഷ്യരെ പറ്റിക്കാനാണോ? എനിക്ക് വന്ന നല്ല വല്ല സംഭവം കിട്ടണമെന്നോ? അപ്പൊ ഇവൻ 2-3 കേസ് പറഞ്ഞു. ഈരാറ്റുപേട്ടിലെ ഇന്ന കേസ് ഞങ്ങളാ ചെയ്തത്, പിടിച്ചിട്ടില്ല. ഇവൻ ചോദിച്ചാൽ ഞാൻ പറയത്തുമില്ല. അങ്ങനെ ഒരു 3-4 കേസ് ഇന്നടത്ത് എന്നവൻ പറഞ്ഞു.
അത് ഇവനെ വിശ്വസിപ്പിക്കാനും ഇവനെ പോലെ ഒരാളെ കൂടെ കിട്ടാനുമാണ്. ഇവൻ ഭയങ്കര ധൈര്യശാലിയോ അങ്ങനെ ഒരു നമ്പറൊക്കെ കാണിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ വിചാരിച്ചത്. അപ്പൊ ഒരു 4 കേസ് ഇവൻ അയാളൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പാലായിലെ 1-2 കേസുകൾ ഒക്കെ പറഞ്ഞു. പക്ഷേ രാവിലെ ഇയാളെ പുറത്ത് വിടാന്ന് നേരത്തെ അവൻ പറഞ്ഞു, സാറേ ഞാൻ അവനെ കൊണ്ട് ചോദിച്ചു ഇന്ന കേസുകൾ അവൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാറ് ചോദിച്ചാൽ അവൻ പറയത്തില്ല. അവനെ കൊണ്ട് കൺഫസ് പറയിക്കണമെങ്കിൽ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് എനിക്ക് മനസ്സിലായത് ഇവന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ മോഷണം നടത്തുന്നത്. കുറെ കാലമായി മോഷണം തുടങ്ങിയിട്ട്, ശിക്ഷയും പുറത്തും അകത്തുമായിട്ട് കഴിയണം. പക്ഷെ ഒരു മകളുണ്ട്, വലുതായി കഴിഞ്ഞപ്പോൾ അവളെ കെട്ടിക്കാൻ അവന്റെ വേറെ മാർഗമില്ല. അപ്പോൾ ഈ മോഷണം നടത്തിയതിനകത്തുനിന്ന് ഒരു 19 പവൻ മാറ്റി വെച്ചിട്ട് അവളെ കെട്ടിക്കുക, ഇതാണ് അവന്റെ അവസാനത്തെ ആഗ്രഹം. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തിനേയും അവൻ ഓർക്കം ചെയ്യും. അപ്പൊ ബാക്കി സാറ് പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. ഒരു ചെറിയ കണ്ണിറക്കി ഒരു ജില്ലി ചിരിച്ച് അവനങ്ങ് പോയി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾ തമ്മിൽ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുന്ന ഒരു രീതിയാണ്. വൈകുന്നേരം അപ്പൊ ഞാൻ അവൻ്റെ ചെന്നിട്ട് പറഞ്ഞു, ഏതായാലും നീ ഇത്രയും മോഷണം നടത്തിയിട്ട് പറയത്തില്ലല്ലോ, നിന്റെ വീട്ടിൽ ഞങ്ങളൊന്ന് കയറട്ടെ, നിന്റെ മകളെ ഇന്ന് ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് ചോദിച്ചേട്ടെ. അപ്പൊ അത് ഏതർത്ഥത്തിൽ വേണമെങ്കിലും അവനെടുക്കാം. അന്നൊക്കെ പോലീസിന്റെ കയ്യിൽ രാത്രി ഒരു പെണ്ണ് വന്നിരിക്കുന്ന കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. നമ്മളെല്ലാരും കൂടെ വല്ല കുഴപ്പം കാണിക്കുമെന്നൊക്കെ. പെട്ടെന്ന് ഞാൻ അവനിൽ ഒരു ചേഞ്ച് കണ്ടു, ഒരു പ്രകടമായ വ്യത്യാസം. ഞാൻ പുറത്തോട്ട് നടന്നപ്പോൾ അതുവരെ വിളിക്കാത്തവരെന്നെ സാർ എന്ന് വിളിച്ചു. അപ്പൊ എനിക്ക് അതിശയം തോന്നി. സംഗതികളൊക്കെയായെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ചു വന്നു, എന്താ നിനക്ക് പറയാനുള്ളത്? സാർ ഒരു പേനയും പേപ്പറും എടുത്തിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ സെല്ലിനകത്ത് കയറി. എനിക്കൊരു കസേര ഇട്ട് തന്നു, ഒരു മേശ എടുത്തു തന്നു, റൈറ്റർ പുറത്തുനിന്നു. ഞങ്ങൾ രണ്ടും മാത്രം. ഇപ്പം കുറച്ച് കേസസ് പറഞ്ഞു. ഈ പഴയ എന്നൊക്കെ പറഞ്ഞു കേസ് ഞാൻ പറയാം, എന്റെ വീട്ടിൽ പോരുത്, എന്റെ മകളെ കൊണ്ടുവരരുത്, അങ്ങനെയാണ് കേസ് ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം, എനിക്കൊരു 50 പവൻ മിച്ചം. ആ 50 പവൻ എന്റെ മകളുടെ ആവശ്യം കല്യാണം തരാം. അത് പറഞ്ഞാൽ സാറിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു എഗ്രിമെന്റ് തരാൻ എനിക്ക് പറ്റില്ല. കാരണം എന്റെ ജോലി നീ മോഷ്ടിച്ച മുതൽ നിന്റെതല്ലാത്തത് തിരിച്ചെടുത്ത് കൊടുക്കലാണ്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. അപ്പൊ അവൻ എന്തൊക്കെ പറഞ്ഞു, തല്ലിയാണെന്ന് ഞാൻ പറഞ്ഞു നടത്തില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ കിട്ടുമെന്ന് ഞാൻ നോക്കിക്കോളാം, പറയാൻ പറഞ്ഞു. കേസസ് കുറെ പറഞ്ഞു. അവൻ ഞങ്ങൾ പല സ്ഥലത്തും കൊണ്ടുപോയി റിക്കവറിക്ക് നടത്തി. പക്ഷെ അവൻ അന്ന് തൊട്ടേ ഒരു കളി കളിക്കുന്ന എനിക്കറിയാം. 28 പവൻ മോഷണം പോയ വീട്ടില് അവൻ എന്തൊക്കെ ചെയ്താലും ശരി, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടക്കാരൻ പറയും ഇവൻ എവിടെയാണ് കൊടുത്തെന്ന് പറയത്തില്ല. ഒരു 22 പവൻ 23 പവനൊക്കെ നമുക്ക് റിക്കവറി കിട്ടും. അപ്പോ അങ്ങനെ ഒരു 4-5 സ്ഥലത്ത്. അപ്പൊ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവൻ നമ്മളെ പറ്റിക്കുന്നതാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഇവനെ ബാക്കി കുറച്ച് സ്വർണം ഇവനെ കോടതിയിൽ ഹാജരാക്കി, കസ്റ്റഡി വാങ്ങി, റിക്കവറി നടത്തി കോടതിയിലേക്ക് കൊടുത്തു. പിന്നെ നേരെ ജയിലിൽ പോയി. ഒരു 3-4-5 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു കല്യാണക്കുറി ഇരിക്കുന്നു മേശപ്പുറത്ത്. അപ്പൊ ഞാൻ റൈറ്ററോട് ചോദിച്ചു, ഇതാരല്ലേ നമുക്ക് പരിചയമില്ലാത്ത ഒരാള്? അവരെ സാറിന് പരിചയമില്ലെന്നോ? അങ്ങനെ പറയല്ലേ, സാറിന് നല്ല പരിചയമാണ്. ഞാൻ പറഞ്ഞു, ഈ കാര്യം പറ സാറേ, നമ്മളെ മറ്റേ കള്ളനില്ലേ, അവൻ കുറച്ചു കാലം ജയിലിൽ കിടന്ന് അതിനുശേഷം പുറത്തിറങ്ങി ഹൈക്കോടതിയിൽ എവിടെയൊക്കെ പോയി ജാമ്യം എടുത്തവൻ. അപ്പൊ അവന്റെ മകളുടെ കല്യാണമാണ്. ഞാനിങ്ങനെ അന്തം വിട്ടിരുന്നു. അപ്പൊ നീ എന്നെ പറ്റിച്ചല്ലോ, അല്ലെങ്കിൽ ഇവൻ എങ്ങനെ ബാക്കി സ്വർണം കിട്ടാൻ പറ്റും? അപ്പൊ എവിടെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് അവൻ എന്തെല്ലാം ഞാൻ ചെയ്തിട്ടും എന്റെ സാമർത്ഥ്യം കുറവായിരിക്കാം, അല്ലെങ്കിൽ ഫുൾ റിക്കവറി നടത്താനുള്ള നമ്മുടെ ഒരു കഴിവില്ലായ്മ എന്തോ ആകാം. കുറെ മോഷണ കേസ് പിടിച്ചു. പക്ഷെ അതിൽ നിന്നെല്ലാം അവൻ ഊറ്റിയെടുത്തിട്ട് മകളുടെ കല്യാണത്തിലുള്ള സ്വത്ത് ഒപ്പിച്ചു. അപ്പൊ ഞാൻ അതിനകത്ത് വേറൊരു ആംഗിൾ കണ്ടു. ഒരു മകളെന്ന് പറയുമ്പോൾ ഒരു അപ്പന്റെ ഒരു മനസ്സുണ്ട്. അപ്പൊ നമ്മള് പിള്ളേർക്കാണെങ്കിൽ എന്തെങ്കിലും വന്നാൽ നമ്മള് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇനി മോഷണമാണെങ്കിലും ശരി, മകളോടുള്ള അവന്റെ ഒരു വലിയ സ്നേഹം ആയിരിക്കണം. പിന്നെ അതുകൂടാതെ ആ മേശപ്പുറത്തിരിക്കുന്ന കടലാസ് എനിക്കൊരു വലിയ വെല്ലുവിളി കൂടെ. നീ എന്തെല്ലാം കളി കളിച്ചിട്ടും ഇതാ എന്റെ സർട്ടിഫിക്കറ്റ് ആണിത്, നിന്നെ ഞാൻ പറ്റിച്ചു, എന്റെ മകളുടെ കല്യാണം നടത്തുകയാണ്. അങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ, അതല്ലെങ്കിൽ അച്ഛന്റെ ഒരു സ്നേഹമായിട്ട് എടുക്കാം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്റെ മകളെ സംരക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു അപ്പന്റെ ഒരു മനസ്സ്, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പിന്നെ കുറച്ചേ എനിക്കെന്നാലും അതൊരു എന്റെ ഒരു അവിടെ ഒരു ചെറിയ ഫെയിലിയർ ആയിട്ടാണ് എന്നും മനസ്സിൽ കിടക്കുന്നത്. അപ്പൊ നമുക്ക് തോൽവികൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. പൂർണ്ണമായി പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അതുപോലെ എന്നെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. കറുകച്ചാൽ ജില്ലയിലുള്ള ഒരു കക്ഷിയാണ്. കറുകച്ചാൽ കോട്ടയം ജില്ലയിൽ കറുകച്ചാലുള്ള ഒരാൾ. അയാൾ ഇവരുടെയൊക്കെ മോഷ്ടാക്കളുടെ ആചാര്യനാണ്.
ഞാൻ എന്നെ പറ്റിച്ചു കളഞ്ഞത്. ഈ പറ്റിക്കലൊക്കെ നടന്നതെല്ലാം ഞാൻ കയറിയ സമയത്താണ്, സർവീസിൽ കയറിയത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് വെട്ടറും ചിലപ്പോൾ ഇതിൽ വീഴും. ഞാൻ ഇയാളെ വണ്ടിയുടെ അകത്ത് മോഷണമാണ്, പോക്കറ്റടി. അപ്പൊ പോക്കറ്റടിയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെ ഈ പോക്കറ്റടിക്കാര് വണ്ടിയുടെ അകത്തുനിന്ന് നമ്മളെ പറ്റിക്കുന്നു എന്നൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചുറ്റും കുറച്ച് ആൾക്കാരെ വെച്ച്. പക്ഷെ ഇത് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കയറി അടിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. അയാള് ഞാൻ ഓച്ചറയിലുള്ള സമയത്ത് നാട്ടുകാർ ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി തന്നാണ്. അപ്പൊ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ അയാളുടെ പേര് പറഞ്ഞു. പക്ഷെ അവിടുത്തെ കൊല്ലം ജില്ലയിലെ റെക്കോർഡുകളിലൊന്നും ഇയാളുടെ പേര് കണ്ടില്ല. ഇയാളെ കണ്ടപ്പോൾ ഇയാളുടെ ഈ അഭിനയവും ഈ വലിയ അതിവിനയത്വം ഒക്കെ കണ്ടപ്പം പോലീസിനെ നേരത്തെ കണ്ട് പരിചയമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇയാളുടെ കാല് എന്റെ ഈ കണ്ണ ഭാഗമില്ലേ, അതായത് ഈ സൈഡ്, അവിടെ നല്ല വലിയ തഴമ്പുണ്ട്. അത് സാധാരണഗതിയിൽ എല്ലാവർക്കും കുറച്ചൊക്കെ കാണും. പക്ഷെ സ്ഥിരമായി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്കാണ് തഴമ്പ് കൂടെ ഉള്ളത്. അത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ജയിൽ ശിക്ഷ ഇല്ല കിട്ടിയവർക്ക്, സ്ഥിരമായി അങ്ങനെ ഇരിക്കുന്നവർക്ക് അവിടെ തഴമ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഇയാൾക്ക് കാര്യമായിട്ട് കണ്ടു. പിന്നെ ഈ അതിവിനയത്വവും ഒക്കെ അവിടെ കണ്ടപ്പോൾ ഇയാൾ എന്തൊക്കെയോ പോലീസിനെ നേരത്തെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ഇയാളുടെ ചോദിച്ചു, നീ അടിച്ച സാധനം എന്തിനാ ചോദിച്ചു. ഇതിനകത്തുനിന്ന് പൈസ അടിച്ചിട്ടുണ്ട്. ഇല്ല സാറേ, എൻ്റെ ഉണ്ടായിരുന്ന പൈസയാണ്, ഞാൻ വീട്ടിൽ നിന്ന് പിന്നെ കയ്യെ മോതിരം കണ്ടോ, ഞാൻ കൊള്ളാവുന്ന വീട്ടിലാണ്, എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആളാണ്, വെറുതെ എന്നെ പിടിച്ചു കയറ്റിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഇയാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പം ഇയാൾ പെട്ടെന്ന് അങ്ങനെ പറയല്ലേ സാറേ എന്നും പറഞ്ഞ് നെഞ്ചത്തിങ്ങനെ പൊത്തിപ്പിടിച്ചു. ഞാൻ കള്ളനല്ലേ എന്നും പറഞ്ഞ് കമിഴ്ന്നങ്ങ് വീണു. എനിക്ക് നെഞ്ചുവേദന ഉണ്ട്, എനിക്ക് ഹാർട്ടിന്റെ പ്രശ്നമുള്ളതാണെന്ന് പറഞ്ഞ് ഇയാൾ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പൊ എന്റെ റൈറ്റർ പറഞ്ഞു, ഇത് കള്ളത്തരമാണെന്ന് തോന്നുന്നു സാർ എന്നാണ്. എന്നാലും ഒരു വല്ലാത്ത സിറ്റുവേഷൻ, അന്ന് വെറുതെ കൊലക്കേസിൽ പ്രതിയാൻ ആരെങ്കിലും നിൽക്കും. ഇയാള് അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി. ഉരുളുക മാത്രമല്ല, വായിലുണ്ട് ബ്ലഡ് വരാൻ തുടങ്ങി. ബ്ലഡ് ഉമിനീരും കൂടെ കലർന്ന് ഇവിടെ വീണ് ഇയാളുടെ ഷർട്ട വീണ് വലിയ പ്രശ്നമായി. അപ്പൊ ഞാൻ പറയുന്ന അടുത്ത് ആശുപത്രി കൊണ്ടുവന്നു. ആശുപത്രിയിലേക്ക് എടുക്കാൻ പറഞ്ഞു, ഇച്ചിരി വെള്ളം തന്നാൽ മതി, ഇവിടെ ഇരിക്കട്ടെ എന്നാണ്. അപ്പൊ ഞങ്ങൾ വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാള് പറഞ്ഞു, സാറേ എന്നെ വിട്ടേക്ക് സാറേ, എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്, എന്നെ ഇപ്പൊ ജയിലിലേക്ക് കൊണ്ട് ഞാൻ അതിനകത്ത് കിടന്ന് ചത്തുപോകും. ഇപ്പൊ വേറെ ആരും പരാതിക്കാരും ആരുമില്ല. പിന്നെ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചെന്നാ എല്ലാരും കൂടെ തീരുമാനിച്ചിട്ട് ഇയാളെ വിട്ടു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ മനോരമയുടെ സൺഡേ സപ്ലിമെന്റിൽ ഇയാളെ പറ്റി ഒരു വാർത്ത കണ്ടു. ഇയാളെ പറ്റി. അന്നാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നാണക്കേട് തോന്നിയത്. കാരണം ഇയാള് ഇങ്ങനെ മോഷ്ടിച്ച പണം കൊണ്ട് 6 ഏക്കർ റബ്ബർ തോട്ടം വാങ്ങിച്ചു എന്നാണ് കേട്ടത്. 6 ഏക്കർ. അയാളെ പറ്റി വിശദമായി സൺഡേ സപ്ലിമെന്റിലെ പേരും ഫോട്ടോ സഹിതം എഴുതിയിട്ടുണ്ട്. അയാൾ അതിനുശേഷം മനോരമയ്ക്കെതിരെ എന്തൊക്കെയോ അതൊക്കെ. പക്ഷെ ഇതോടുകൂടി ഇയാൾക്ക് ബസ്സിനകത്ത് കയറാൻ പറ്റാതെ, പിന്നെ ഈ പരിപാടിയുമായിട്ട് നടക്കാൻ പറ്റാതെ. പക്ഷെ അയാൾ അതിന് ശേഷം കുറെ ശിഷ്യന്മാരെയൊക്കെ സംഘടിപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എറണാകുളത്ത് ഇയാളുടെ കുറച്ച് ശിഷ്യന്മാരെ ഞാൻ പിടിക്കുകയും കുറെ കേസുകളൊക്കെ ബുക്ക് ചെയ്യുകയും ചെയ്തു. അപ്പൊ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞ ട്രെയിൻഡ് ബൈ ഇന്നയാൾ. അങ്ങനത്തെ ഒരു രീതിയിലേക്ക് മാറി. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ മോഷണവും വ്യഭിചാരവും ഈ പിടിച്ചുപറിയും ഒക്കെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാം നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പിന്നെ നമ്മൾ എത്ര സ്മാർട്ടാണെന്ന് പറഞ്ഞാലും നിൽക്കില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇതൊരു കറക്ഷൻ സെന്ററിലേക്കാണല്ലോ നമ്മൾ അയക്കണം. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ നമ്മൾ നന്നാക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്, അതിൽ രക്ഷപ്പെട്ടവരുണ്ട്. ഞങ്ങൾക്കുണ്ട് ഒരു ആലപ്പുഴക്കാരനെ ഞാൻ അവിടെ ഓച്ചിറ ഇരിക്കുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു. 42 കേസുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അന്ന് അത്രയും കേസൊക്കെ പിടിക്കുന്നത് വലിയൊരു ക്രെഡിറ്റാ പോലീസിന്, പുതിയ SI-മാരില്. അപ്പോൾ മൂവാറ്റുപുഴയുണ്ട്, തൊടുപുഴയുണ്ട്, പിന്നെ കോഴിക്കോടുണ്ട്, ഒക്കെ നടന്ന് മോഷ്ടിച്ചിരിക്കുകയാണ് ഇയാൾ. അയാളെ കൊണ്ടുവന്നു ഞങ്ങൾ അയാളെ റിമാൻഡ് എഴുതി കോടതി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഇയാള് ജാമ്യം എടുത്ത് തിരിച്ചു വന്നു. 42 കേസും ഉണ്ടല്ലോ. അപ്പൊ അവനിങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനി മോഷണമൊന്നും നടത്താൻ പറ്റത്തില്ല, എനിക്കൊരു മകനൊക്കെ ഉണ്ട്. അപ്പൊ വൈഫിന്റെ വേറൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒറ്റയ്ക്കാണ്, എനിക്ക് ജീവിക്കണം, സാറിന് എന്ത് ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പാലായിലുണ്ടായിരുന്നു, ഒരു തോമസ്, കാദംബരി ഹോട്ടലില്. ഞാൻ തോമസിനെ വിളിച്ചു, തോമസെ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? തോമസ് പറഞ്ഞു, ആദ്യം ഇങ്ങോട്ട് അയക്കേ, നമുക്ക് ഇവിടെ പ്ലേറ്റ് കഴുകാനൊക്കെ ആള് വേണം. ഞാൻ പറഞ്ഞു, അതല്ലാതെ അവൻ എന്തെങ്കിലുമൊക്കെ ചില വിദ്യകൾ പഠിപ്പിക്കാവോന്ന് ചോദിച്ചു. വല്ല ഷെഫായിട്ടാ വല്ലതും. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇവനകത്തുണ്ട്.
നല്ല ഒന്നാമത്തെ ഒരു കുക്ക്. അതിനുശേഷം എനിക്ക് തോന്നുന്നു തൊടുപുഴയോ അവിടെ കണ്ട് വലിയൊരു ഹോട്ടലിൽ അവൻ ഷെഫായിട്ട് പോയി. ഇപ്പോൾ ആലപ്പുഴ വന്നു. അവൻ രണ്ടാമത് കല്യാണമൊക്കെ കഴിച്ചു. മോശമൊന്നും ഇല്ല. നല്ല അന്തസ്സായിട്ടൊരു ഹോട്ടലിൽ ഞാൻ ഇടക്കിടയ്ക്ക് കാണാറുണ്ട്. എന്നെ കാണുമ്പോൾ വരും എടുക്കാനായിട്ട്. അവിടെ ഫുൾ സ്ലീവ്സ് ഒക്കെ ഇട്ട് ആസ്വദിപ്പുണ്ട്. അതൊരു സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റാൻ കഴിഞ്ഞിട്ടുള്ള ചിലരുമുണ്ട്. പ്രൊമോഷണൽ കേസിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം പഴയ അനുഭവങ്ങൾ ഞാനൊന്ന് പങ്കുവെച്ചത്. കഥ കേൾക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ കഥകള് സാധാരണ ഓഡിയൻസ് കേൾക്കാറില്ലല്ലോ. അതെ. കാരണം ന്യൂസിലെല്ലാം ഫുള്ള് നെഗറ്റീവ് ആണ് മോസ്റ്റ്ലി. അതെ. അപ്പോ എന്നെ ഇത്രയും നേരം കേട്ട് സഹിച്ചു നിന്നു. യെസ്. താങ്ക്സ്.